ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എന്താണ് എല്ലാവർക്കും സ്പെഷ്യലൊക്കെ അല്ലേ, വെള്ളിയാഴ്ച അല്ലേ, മിക്കവാറും വീടുകളിലൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തൊന്ന് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനത് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചതിൻ്റെ കുറച്ച് ഓയിൽ ഉണ്ടായിനി, അതിന് എടുത്തിട്ടാണ് കേട്ടോ ബിരിയാണി ഉള്ളി തക്കാളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചെടുത്തത്. അതിക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു ഓയിൽ നമുക്ക് ഒരു ദിവസമൊക്കെ ഇന്നൊക്കെ ഫ്രൈ ചെയ്ത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നാളെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഓയിൽ ഫ്രൈ ചെയ്ത ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാട്ടോ പറയാം. അങ്ങനെ ആ ഉള്ളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം ഞാൻ തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ ചതച്ച് വെച്ചത് ഉണ്ടായിനി, മുന്നേ ചതച്ച് വെച്ചത് തന്നെ ഉണ്ടായിനി ഫ്രിഡ്ജിലേനി. അപ്പോൾ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. കുറച്ച് ഞാൻ എൻ്റെ ഒരു എരിവിനനുസരിച്ച് കുറച്ച് ഇടണുള്ളൂ. എനിക്കും കുട്ടികൾക്കും എരിവ് വേണം എന്നില്ല, കുറവാണ്, ഞങ്ങൾ എരിവ് അങ്ങനെ കൂട്ടലില്ല. അപ്പോൾ കുറച്ച് ഇനി കുരുമുളക് കൂടി ചേർക്കാണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി നല്ല വേവിച്ചെടുക്കുക, തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതാ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പിൻ്റെ ഇല കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചൂസിന് എനിക്ക് കറിവേപ്പിൻ്റെ ഇല എടുക്കാൻ പറഞ്ഞാൽ ഒരു കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആയിട്ടുണ്ട് വരുന്നത്. അങ്ങനെ അത് മതി എന്ന് വിചാരിച്ചുള്ളത് കൊണ്ടാണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. അതിലേക്കുള്ള മസാലപ്പൊടികളാണിത്: ബിരിയാണി മസാല, കുരുമുളക്, മുളക്, മഞ്ഞൾ, ഗരം മസാല, മല്ലിപ്പൊടി. ഈ മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് എല്ലായിടത്തുമായി ആ ഒരു പച്ചമണം പോകുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതാ ഒരു ചെറുനാരങ്ങൻ്റെ നീര്, കുറച്ച് തൈര്, ഇതും കൂടി ചേർത്തിട്ട് മസാല ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ചിക്കൻ ബിരിയാണിയൊക്കെ എല്ലാവരും ഉണ്ടാക്കണം. പക്ഷേ ഞാനിതിങ്ങനെ ഉണ്ടാക്കിയപ്പം കുക്കറിൽ കുറച്ച് ബിരിയാണി അല്ലേ, അപ്പം കുക്കറിൽ വെക്കണ ഒരു 5 ലിറ്റർ കുക്കറിലാണ് ഞാൻ ഈ ഒരു ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അതാ ഫ്രൈ ആക്കി വെച്ച ചിക്കന് അതിക്കിട്ടിട്ട് മസാല നന്നായിട്ട് ഒക്കെ ഒരുപോലെ ആക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചോറ് വേവിച്ചിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് തുടങ്ങാം. ഇത് ഡാൽഡ ആണ് കേട്ടോ. അത് മുന്നേ എടുത്തതിൻ്റെ ബാലൻസ് ഫ്രിഡ്ജ് വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടായി വന്നത്. ഇത് ഡാൽഡയാണ്. അത് ഞാനൊരു പാനൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ് കേട്ടോ. ക്യാരറ്റും ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനല്ലാത്ത സൺഫ്ലവർ ഓയിൽ, RKG അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഈ ഒരു ഡാൽഡയും വെളിച്ചെണ്ണ വെച്ചുള്ള ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അവിടെ കടന്നോട്ടെ. ആ ഒരു ടൈമിൽ അവിടെ ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. കാരണം ഇത് നന്നായിട്ട് ഇതിലത്തെ വെള്ളം നന്നായിട്ട് പോയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടണം നമുക്ക്. അപ്പോഴേ ആ ഒരു ബിരിയാണിക്കൊരു ടേസ്റ്റ് അധികം വരുള്ളൂ എന്നാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വേവിച്ചൊരു അരമണിക്കൂറൊക്കെ വെച്ച ചോറാണ് കേട്ടോ. ഇത് നമുക്ക് ഇനി ആ കുക്കറത്തെ മസാല ഒന്നും കൂടി സെറ്റാക്കിയതിന് ശേഷം ലെയറായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ചോറ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തൊടാതെ ഇങ്ങനെ നിൽക്കണുണ്ടോ. അത് നമ്മൾ കുറച്ച് സമയം വെള്ളം പോവാൻ വെച്ചാൽ നല്ല ചോറായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ഈ ഒരു കുക്കറിൻ്റെ ഈ ഒരു മസാലൻ്റെ മുകൾക്ക് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഒരു 80% വെന്ത റൈസാണ് കേട്ടോ അത്. അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മളെ ഉള്ളി ഫ്രൈ ആക്കാൻ വെച്ച ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഫസ്റ്റ് ലെയർ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ മുകളിലേക്ക്, ചോറ് ഇട്ടതിൻ്റെ മുകൾക്ക്. ബാക്കി ചോറും കൂടി നമ്മൾ അങ്ങനെ ലെയറാക്കി ഇട്ടതാ ഫില്ലായി. ലാസ്റ്റ് കുറച്ചുകൂടി ഉള്ളി ഇട്ട്, പിന്നെ നമ്മൾ ആ ഒരു ഡാൽഡയും വെളിച്ചെണ്ണയും നമ്മൾ റെഡിയാക്കി ഉള്ളി മൂപ്പിച്ച ആ ഒരു ഓയിലും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
അധികം ഓയിൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. കുറേ നല്ല ബിരിയാണി നല്ല സോഫ്റ്റായി വരും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള അത്രയും ഓയിലാണ് ഡാൽഡ എണ്ണ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊന്ന് നമുക്ക് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെക്കാം. വിസിൽ ഫുള്ളായിട്ടൊരു വിസിൽ വരണ്ട. വിസിൽ വരാനിങ്ങനെ തോന്നുമല്ലോ, നമുക്ക് വിസിലിപ്പോൾ വരും എന്നുള്ള ഒരു സൂചന തരുമല്ലോ. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കേട്ടോ. പിന്നെ ഒരു 2-2.5-3 മണിക്കൂർ വരെ അത് ദമ്മിലട കടന്നോട്ടെ. ഇപ്പം ഇതാ ഏകദേശം 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി. നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഈ റൈസ് മാറ്റി കൊടുക്കട്ടോ. നല്ല ഉണങ്ങിയ ഒരു പാത്രത്തേക്ക് റൈസ് മാറ്റി കൊടുത്ത് ആ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. റൈസൊക്കെ അതാ കണ്ടോ, നന്നായിട്ട് അടിപൊളി, വേവ് അധികമായിട്ടുമില്ല, നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ റൈസൊക്കെ നല്ല എണ്ണയൊക്കെ പാകത്തെ, അതേപോലെ തന്നെ മസാലയൊക്കെ കറക്റ്റ് പരിവായിട്ട് വന്നിട്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയി കേട്ടോ. ചിക്കൻ നല്ല ഇത്രയും സോഫ്റ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് സോഫ്റ്റ് ആവാൻ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെക്കൽ കുറവാണ്. അപ്പോൾ സോഫ്റ്റ് ആവുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ നല്ല സോഫ്റ്റ് ചിക്കനായി കേട്ടോ. അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ അൽഹംദുലില്ലാ റെഡിയായി. ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിലില്ലേ ഇനി, അതുകൊണ്ടാണ് ഇട്ടിടാഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.